ഈ അപ്പൂപ്പനെ എങ്ങനെയാണ് മരിച്ചത്? അപ്പൂപ്പൻ വെള്ളത്തിൽ മുങ്ങി മരിച്ച്. വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതിന്റെ തെളിവ് വല്ലതും ഉണ്ടാ? തെളിവുണ്ട്. ആ തെളിവ് വാ. അപ്പൂപ്പൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ മേളിൽ കുമ്മള വന്നായിരുന്നു. അത് ഞാൻ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തെളിവ് കാണാൻ മരിച്ചതിന്റെ തെളിവ്. എടാ FIR റിപ്പോർട്ടൊക്കെ വേണമെന്ന്. അതൊക്കെ ഉണ്ടെങ്കിലേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഈ അപ്പൂപ്പൻ എന്തായിരുന്നു ജോലി? കടത്തുകാരനായിരുന്നു? അല്ലല്ല. പിന്നെ കുളിക്കാൻ ഇറങ്ങിയതാ? അല്ലെന്ന്. പിന്നെ അപ്പൂപ്പൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൊച്ചുമോനാണ്. അപ്പൊ എല്ലായിടത്തും പങ്കെടുത്തിട്ടുണ്ടോ? ജാഥയില്, സമരത്തിലൊക്കെ? ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ ഉണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്റെ അപ്പൂപ്പ ഉണ്ടാ? ഉപ്പ് സത്യാഗ്രഹത്തിൽ ഈ ഫോട്ടോ കാണുന്ന ആളാ? എടേ, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോ ഭയങ്കര വൈറലാണ്. ഞാൻ ഗാന്ധിജിയൊക്കെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് അതിനകത്ത് നിന്റെ അപ്പൂപ്പൻ ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടില്ലല്ലോ. അപ്പൂപ്പന് ഒരു അബദ്ധം പറ്റി. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അപ്പൂപ്പൻ കുനിഞ്ഞ് ഒരു പിടി ഉപ്പ് വാരി. ടൈമിങ് മാറിപ്പോയി. ഫോട്ടോ എടുത്ത് അപ്പൂപ്പ അതിനകത്തില്ല. അയ്യോ, അതാണല്ലേ കാണാത്തത്. ആ, ശരി. പിന്നെ അതിനുശേഷം പുള്ളി പോയിട്ടില്ലേ? പിന്നെ അപ്പൂപ്പ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മൂമ്മ സമ്മതിക്കൂല. അമ്മൂമ്മൻ സമ്മതിക്കാത്ത? നിങ്ങൾ എവിടെ പോന്നു? അപ്പൊ പറഞ്ഞു, ഞാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോന്നു. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, നിങ്ങൾ ഉപ്പിന്റെ കാര്യം നോക്കി നടന്നു. ഈ വീട്ടിൽ ഉപ്പില്ല, അരിയില്ല, മുളകില്ല, മല്ലിയില്ല, മഞ്ഞളില്ല, ഒന്നുമില്ലെന്ന്. അപ്പൊ അപ്പൂപ്പൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഉപ്പിന് വേണ്ടി മാത്രം സമരം ചെയ്യണം? ഒരു കിറ്റിന് വേണ്ടി എന്തുകൊണ്ട് സമരം ചെയ്തു? അങ്ങനെ അപ്പൂപ്പ റേഷൻ കടയുടെ മുമ്പിൽ പോയിരുന്ന് കിറ്റിന് വേണ്ടി സമരം ചെയ്ത്. അതാണ് പിൽക്കാലത്ത് കിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഈ അപ്പൂപ്പൻ